ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി കോഴിക്കോട് വെച്ച് റോസമ്മ പൊരുന്നക്കോട്ട് എന്ന ഒരമ്മച്ചിയുടെ ചിത്രപ്രദർശനം നടന്നു. പ്രശസ്ത ചിത്രകാരന്മാരായ ABN ജോസഫിൻ്റെയും മദനൻ്റെയും സാന്നിധ്യം കൊണ്ട് ചിത്രപ്രദർശനം ധന്യമാവുകയാണ്. ബിനാലെ കൊച്ചിയുടെ ആർട്ട് റൂം പ്രൊജക്റ്റിൻ്റെ കോർഡിനേറ്ററായ ബ്ലെയ്സ് ജോസഫാണ് ചിത്രപ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതേക്കുറിച്ച് മകനായ ഫാദർ ഷെയ്സ് SJ എഴുതിയ ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: വെറുതെ ഇരുന്ന് മടുത്തപ്പോൾ ഞാൻ കുറച്ച് പടങ്ങൾ വരച്ചു. നല്ലതാണോ എന്ന് നോക്കിക്കേ. കുറച്ച് പേപ്പറുകളിൽ വീട്ടിലിരുന്ന പെയിൻറ്റുകൾ ഉപയോഗിച്ച് വരച്ച ചിത്രവുമായി അമ്മച്ചി വന്നത് പറഞ്ഞപ്പോൾ ഇത്രയും കാലം അമ്മച്ചിക്ക് ഇങ്ങനെയൊരു താല്പര്യമോ കഴിവോ ഉള്ളതായി അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഉള്ളിലൊരു തെല്ല് കുറ്റബോധം തോന്നി. കരിപുരണ്ട കൈകളിൽ നിന്ന് ആസ്വാദ്യകരമായ ഒരുപാട് അമ്മയൂണുകളും അമ്മക്കറികളും വയറു നിറയെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴും അത് ആസ്വദിക്കാറുണ്ട്. പക്ഷേ ആ കൈകൾക്കും മനസ്സിനും ഇങ്ങനൊരു സിദ്ധി കൂടി ഉണ്ടെന്നുള്ള അറിവ് ആനന്ദദായകമായ ഒന്നായിരുന്നു. വൈകിപ്പോയല്ലോ എന്ന ആശങ്കയാൽ അന്ന് തന്നെ അനിയനും ഞാനും കൂടി കുറച്ച് ക്യാൻവാസുകളും ആക്രിലിക് പെയിൻറ്റും വാങ്ങിക്കൊടുത്തു. പിന്നെ കണ്ടത് മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന വർണ്ണക്കാഴ്ചകളാണ്. മേടിച്ചു കൊടുത്ത ക്യാൻവാസുകളിലെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ വർണ്ണചിത്രങ്ങൾ നിറഞ്ഞു. പ്രകൃതിയുടെ മനോഹാരിത നിറച്ചാർത്തുകളായി ക്യാൻവാസുകളിൽ വിടർന്നു. ഒറ്റയ്ക്കിരുന്ന് മടുപ്പനുഭവിക്കുമായിരുന്ന ഒരു 68-കാരിയുടെ ജീവിതത്തെ കല എങ്ങനെ മനോഹരമാക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ദിനങ്ങളായിരുന്നു പിന്നെ ഓരോന്നും. രാവിലെ വ്യായാമവും ധ്യാനവും പ്രഭാത ഭക്ഷണവും കഴിഞ്ഞാൽ പിന്നെ നേരെ ക്യാൻവാസിൻ്റെ അടുത്തുള്ള തപസ്യയാണ്. ഒരു ചിത്രം പൂർത്തിയാക്കി കഴിയുന്നതുവരെയും ക്രിയാത്മകമായ ഒരസ്വസ്ഥതയിലായിരിക്കും അമ്മച്ചി. ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി നമ്മിലേക്ക് പകരുന്ന സമാധാനവും സന്തോഷവും വലുതാണ്. അനിയൻ്റെ കുട്ടി ആൻഡ്രിയ മോൾക്കും അമ്മച്ചിയോടുള്ള ആത്മബന്ധം ആഴപ്പെടുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് അവർ കളിച്ചും ചിരിച്ചും ഒരുമിച്ച് ചെയ്ത ചില കലാസൃഷ്ടികളും കൂടിയാണ് എന്നത് മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളെയും കല എത്രമാത്രം സ്വാധീനിക്കുന്നു, രൂപപ്പെടുത്തുന്നു എന്നുള്ളതിന് തെളിവാണ്. കഴിഞ്ഞ വർഷം 30 ചിത്രങ്ങളോളമായപ്പോൾ UC കോളേജിൽ വെച്ച് നടത്തിയ ഗ്രൂപ്പ് എക്സിബിഷനിൽ അമ്മച്ചി പങ്കെടുത്തു. ഇപ്പോൾ സപ്തതി ആഘോഷിക്കുമ്പോൾ ലളിതകലാ അക്കാദമിയുടെ കോഴിക്കോടുള്ള ആർട്ട് ഗാലറിയിൽ ഒറ്റയ്ക്കൊരു ചിത്രപ്രദർശനം നടത്തുക എന്നത് മക്കളായ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചില്ലെങ്കിൽ ഈ കുറിപ്പ് അപൂർണമാകും. ചിത്രകലയോടൊപ്പം കീബോർഡ് കൂടി പഠിക്കുന്നുണ്ട് അമ്മച്ചി. കോവിഡ് കാലത്ത് ആൻഡ്രിയ മോളുടെ കുട്ടി കീബോർഡിൽ യൂട്യൂബ് നോക്കി പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യം പാട്ടുകളൊക്കെ വായിക്കും. ചിത്രരചനയുടെ ഇടവേളകളിൽ കീബോർഡ് പരിശീലനത്തിനായി എടുക്കുന്ന പ്രയത്നമൊക്കെ പ്രചോദനാത്മകമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ യാതൊന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരുന്ന് ജീവിതം മടുത്തു പോകുമായിരുന്ന സമയത്ത് ജീവിതം ചിത്രങ്ങൾ കൊണ്ടും സംഗീതം കൊണ്ടും മനോഹരമാക്കുകയാണ് അമ്മച്ചി. അമ്മച്ചി, നിങ്ങൾ പൊളിയാണ്, പ്രചോദനമാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ്. അമ്മച്ചി പറയുന്നത് പോലെ അച്ചാച്ചൻ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. കുറിപ്പിനൊടുവിൽ സ്നേഹത്തോടെ അമ്മച്ചിയുടെ മക്കൾ ഷെയ്സ് SJ ആൻഡ് മെലോഡിയസ് എന്നും ചേർത്തിട്ടുണ്ട്. വാർദ്ധക്യം ഏകാന്തതയിലേക്കല്ലെന്ന് ഇതുവഴി നമ്മളും പഠിക്കട്ടെ.